അടുത്ത 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഇല്ലയോ? എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഒരു മാരേജ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സിലുണ്ട്. എന്തൊക്കെ തടസ്സങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതെങ്കിലും അതെല്ലാം ഓവർകം ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു റീകൺസിലേഷൻ പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 48 ഹവേഴ്സിനുള്ളിൽ ഒരു റീകൺസിലേഷൻ സാധ്യത ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ജെനുവിനായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ ലവ് ചെയ്യുന്നത്. ഒരു വെൽ വിഷറാണ്. നിങ്ങളുടെ അവരുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് ഈ വ്യക്തി ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നത്. ലൈഫിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് ആ വ്യക്തി മനസ്സിൽ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങളെ ആ വ്യക്തി ലൈഫ് പാർട്ട്ണർ ആക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിട്ട് തുടരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒരു ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ആ വ്യക്തിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആ വ്യക്തി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഹാർട്ട് ചക്ര വളരെ പോസിറ്റീവ് വൈബ്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, മേ ബി ഒത്തിരി പേര് ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു വ്യക്തിയുമില്ല എന്ന് മനസ്സിലാക്കുന്ന, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ റിയൽ വാല്യൂ ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ കാർഡ് ഈ 6 ഓഫ് വാണ്ട്സ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ആ വ്യക്തി ഇപ്പോൾ ഉള്ള ഈ കറണ്ട് സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് അവരുടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോകാനും നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവാൻ, അതാണ് ആ വ്യക്തിയുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ സന്തോഷമായി തീരുന്നതും എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു റീകൺസിലേഷനിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ വരുന്നില്ല. ആ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല എന്നൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ആർക്കേഞ്ചൽ മിഖായലിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു മൈൻഡിന് ഒരു പവർ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ചേസിങ് എനർജി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ്. നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ ആ വ്യക്തിയെ വിട്ടു പോകുമോ, ആ വ്യക്തിയെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തിരികെ നിങ്ങളിലേക്ക് വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. മേ ബി ആ വ്യക്തി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു റീസൺ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അത് വളരെ പോസിറ്റീവാണ്. അത് സക്സസ് ആവും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരും. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ആ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം ശക്തമായ ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന്. പക്ഷെ ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് ആ വ്യക്തിയെ അനുവദിക്കുന്നില്ല.
മനസ്സാലെ ആ വ്യക്തി നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെ അരികിലുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ഫിസിക്കലി നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വളരെ വലിയ രീതിയിലുള്ള തടസ്സങ്ങളാണ്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ കഴിയാത്തതും. യെസ്. ഇപ്പോൾ ആ വ്യക്തി ഒരു റിസപ്റ്റീവ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾ ചേസിങ് എനർജി നിങ്ങൾ പലരും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് സെൽഫ് ലവ് അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എനർജി ബാലൻസ് ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ, നിങ്ങളിപ്പോൾ എന്ത് ഡിസിഷനാണോ എടുത്തിരിക്കുന്നത് വളരെ അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റീകൺസിലേഷൻ പോസിബിലിറ്റി വളരെ നിയറസ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ എനർജി ബാലൻസ് ആണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്പർ 22 ഈ ഒരു കണക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ആൻഡ് 10. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. 21 ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്, അതെല്ലാം പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇവിടെ കിട്ടുന്നത്. യെസ്, ഇൻഫാക്ച്വേഷൻ, ആ വ്യക്തിക്ക് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുന്നുണ്ട്. എത്രയും വേഗം അവർ നിങ്ങളിലേക്ക് എത്തും. ഈ ചിലപ്പോൾ ഒരു 48 ഹവേഴ്സിനുള്ളിലാകാം, അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. എല്ലാ പേർക്കും ഉള്ള റീഡിംഗ് അല്ല, വളരെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്, കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ മേ ബി ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്ത് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ആണോ ചെയ്യുന്നത്, എന്ത് പ്രാർത്ഥനകളാണോ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം ഫലം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിപ്പെടും. അത് സക്സസ് ആവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്കിവിടെ റീഡിങ്ങിലൂടെ കിട്ടുന്നത്. ഓക്കെ, ഐ വിൽ കോൾ യു സൂൺ. അപ്പം നമ്മൾ റീഡിങ്ങിൽ തന്നെ ഒരു 48 ഹവേഴ്സിനുള്ളിൽ എന്ത് ഇനിഷ്യേറ്റീവാണ് എടുക്കുന്നത്, ഒരു റീകൺസിലേഷനുള്ള എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.